പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പലരുടെയും വിടുതലിൻ്റെ ദിവസമായിരിക്കും. അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിന്മേൽ ദൈവം ചെയ്തെടുക്കും. എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ശക്തമേറിയ ഒരു ദൈവവചനം എന്ന് പറയുന്നത് രാത്രിയിലെ ഭയത്തെയാണ്. പല വ്യക്തികളും രാത്രിയെ ഭയക്കുന്നവരാണ്. ഇരുളെന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ കുടുംബത്തിലുള്ള ആരെങ്കിലോ പോകുകയാണെങ്കിൽ ഈ വചനം അവരുമായിട്ട് ഷെയർ ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിൽ രാത്രിയിലെ ഭയത്തിൽ നിന്ന് ദൈവത്തിന് പൂർണ്ണമായി നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും. അനേകരും സ്വാതന്ത്ര്യമില്ലാതെ ഭയന്ന് പേടിച്ച് പുറത്തിറങ്ങുവാൻ പറ്റാതെ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ കഴിയുന്ന പല വ്യക്തികളും എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. നിങ്ങളുടെ രാത്രിയിലെ ഭയത്തിൽ നിന്ന് ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവകരം പല കുടുംബങ്ങൾക്കും വേണ്ടി ഇന്ന് രാത്രികാലം ചലിക്കുകയാണ്. 91-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 5-6 വാക്യങ്ങൾ ഞാൻ വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രാത്രിയിലെ ഭയം പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. 91-ാം സങ്കീർത്തനം ഒരു സംരക്ഷണത്തിൻ്റെ സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരം പല കുടുംബങ്ങളിന്മേലും വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങളെ ദൈവം വിടുവിക്കുവാനാണ് ഈ ഭൂമിയിൽ കടന്നു വന്നത്. നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഭയക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പേടിക്കുന്നവരാണെങ്കിൽ, ഇന്നത്തെ ദൈവവചനം നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ പര്യാപ്തമായതാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വലിയ വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ, നിങ്ങളുടെ മക്കളുടെ മേൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിന് ചെയ്യുവാൻ പറ്റും. രാത്രി എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും ഭയമാണ്. കാരണം ഇരുളാണ്. രാത്രിയിൽ പൈശാചിക മേഖലകൾ ആധിപത്യം ചുലത്തുന്നതൊക്കെയായിട്ട് ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് രാത്രിയിലെ ഭയം എന്ന വിഷയം ദൈവത്തിൻ്റെ വചനം എടുത്തു പറയുന്നത്. അതുമാത്രമല്ല, അടുത്തത് പറയുന്നത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. അത് എന്തുമായാലും, അത് ഏത് തരത്തിലുള്ള ഭയമാണെങ്കിലും, ഏത് തരത്തിലുള്ള വിഷയമാണെങ്കിലും, എൻ്റെ യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും. അതാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ളത്. യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് വെളിപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ മേൽ പിശാച ആധിപത്യം ചുമത്തിക്കഴിഞ്ഞാൽ അവനെ ഒരിക്കലും സ്വാതന്ത്ര്യത്തിലേക്ക് വിടുകയില്ല. ദൈവത്തിൻ്റെ വചനം പഠിച്ചു വരുമ്പോൾ അനേക വ്യക്തികൾ പൈശാചികമാകുന്ന ആധിപത്യത്തിൽ കൂടി കടന്നു പോകുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കടന്നു വന്നപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ആദ്യം ചെയ്തത് അവരുടെ അന്തരീക്ഷത്തെ ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിന് ദൈവത്തിന് മാറ്റാൻ പറ്റും. നിങ്ങളായിരിക്കുന്ന
ആ അടിമത്തത്തെ ദൈവത്തിന് മാറ്റുവാൻ പറ്റും. ദൈവം അവരുടെ അന്തരീക്ഷം മാറ്റുവാൻ പ്രധാനമായ കാരണമെന്ന് പറയുന്നത് അവർ അടിമത്തത്തിലായിരുന്നു, അവർ ഭയത്തിലായിരുന്നു, അവർ ഞെരുക്കത്തിലായിരുന്നു. അവർ ജോലി ചെയ്യും, ജോലിക്കുള്ള സാലറി അവരുടെ കയ്യിൽ അവർക്ക് കിട്ടുകയില്ല. അങ്ങനെ അടിമത്തത്തിൽ കൂടി കടന്നുപോയൊരു സമൂഹത്തെ ആ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചപ്പോൾ ദൈവം ആദ്യമായി ചെയ്തത് ആ അടിമത്തത്തെ മാറ്റി ഒരു സ്വർഗീയ അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ ദൈവം സെറ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറ്റി ഒരു സ്വർഗീയമാകുന്ന അന്തരീക്ഷം സെറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്: പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തുണയും. ഹല്ലേലൂയ. ഇവർ സഞ്ചരിക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേഘത്തിൻ്റെ കീഴിലാണ്. ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരം നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. യേശുക്രിസ്തു എവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി എവിടെ ചെയ്തിട്ടുണ്ടോ അവിടെ മൊത്തം സ്വാതന്ത്ര്യമാണ് യേശുക്രിസ്തു വരുത്തുവാനിടയായി തീർന്നത്. ഒരിക്കലൊരു ചന്ദ്രരോഗിയായ ഒരു വ്യക്തിയുടെ മകനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവന് വെള്ളം കണ്ടാൽ ഭയമാണ്, തീ കണ്ടാൽ ഭയമാണ്. അവനെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ അവൻ ദുരാത്മാവ് അവനെ ബാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ ചെയ്തത് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ രാത്രിയുടെ ഭയവും അതുപോലെ തന്നെ ഇരുളിൽ നടക്കുവാനോ ഇരുളിൽ കൂടെ സഞ്ചരിക്കുവാനോ കഴിയാതെ വണ്ണം ഒതുങ്ങപ്പെട്ട അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ വിടുതൽ യേശുവിന് നൽകി തരുവാൻ പറ്റും. 91-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ വസിക്കുന്നത് അത്യുന്നതൻ്റെ മറവിലാണ്, സർവശക്തൻ്റെ കീഴിലാണ്. ഒരു ദൈവത്തിൻ്റെ കീഴിലേക്ക് നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ, അവൻ്റെ സ്വാധീന വലയത്തിനുള്ളിൽ നിങ്ങൾ ആക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ പറ്റുകയില്ല. നിങ്ങളെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെ നടക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല മക്കളുടെ ജീവിതത്തിൽ ഇരുളിനെ ഭയപ്പെട്ടും അവൻ രാത്രിയെ ഭയപ്പെട്ടുമായിരിക്കുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കുടുംബമായൊരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. അവൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നുണ്ട്: അവർ കുടുംബമടച്ച് ദൈവത്തിൽ ആനന്ദിക്കുവാനിടയായി തീർന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുളിൻ്റെ ഈ അനുഭവം ദൈവം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദീർഘായുസ്സിൻ്റെയും അനുഭവങ്ങൾ നിങ്ങളുടെ ഭവനത്തിന് ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം ദൈവത്തിന് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളായിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ കീഴിലാണ്. ഒരു സംരക്ഷിക്കുന്ന ദൈവകരം നിങ്ങളോടുകൂടെ ചലിക്കുന്നുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടി റെഡിയാവുക. ആ ദൈവകരം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പറ്റും. പലപ്പോഴും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ദുരാത്മമണ്ഡലങ്ങൾ ഇളകുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: ഞങ്ങൾ ഈ വ്യക്തിയുടെ മേൽ, ഈ സഹോദരിയുടെ മേൽ കയറിയതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് അവളെ നശിപ്പിച്ച് കളവാനാണ്. അവളെ ഭയത്തിലിട്ട് സ്വാതന്ത്ര്യത്തിൽ, അവളെയോ അവനെയോ ഭയത്തിലിട്ട് സ്വാതന്ത്ര്യത്തിൽ അവൻ നടത്താതെ വണ്ണം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാനാണ് ഇവളിലേക്ക് കയറി വരുവാനിടയായിത്തീർന്നത്. ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്: ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ന് തൊട്ട് നിങ്ങൾ അനുഭവിച്ചറിയുക.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന അറപ്പാനും മുടിപ്പാനും അവൻ സന്തോഷം എടുത്തു കളവാനുമായിട്ടാണ് പിശാച് ഒരു ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. എന്ന ദൈവം കടന്നു വരുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യവും പൂർണ്ണമായ ജീവനും നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം പല ഭവനങ്ങളിൽ നിന്നും ഭയങ്ങൾ മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. പല ഭവനങ്ങളിൽ നിന്നും ഭാവിയെ പറ്റിയുള്ള ഭയങ്ങൾ മാറുകയാണ്. എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, രാത്രിയിലെ ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പല വ്യക്തികൾ ഇന്നു തൊട്ട് സുഖമായി കിടന്നുറങ്ങത്തക്ക രീതിയിൽ ദൈവകരം പലർക്കു വേണ്ടിയും ചലിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിടുവിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതാണ്. അവൻ കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്: ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് അവൻ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വയ്ക്കുവാനിടയായി തീർന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ അവൻ ആക്കി വച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇരുളിലല്ല, വെളിച്ചത്തിലാണ്. ഇരുളിൻ്റെ അധികാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തകർന്നു മാറുകയാണ്. പലരും ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫായിട്ട് ഇത് റിലേറ്റഡ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവത്തിന് വരുത്തുവാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രാത്രിയെ ഭയപ്പെടുന്ന വ്യക്തിയാണോ? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി നിമിത്തം ഭവനങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ഭയവും അവൻ ഏതൊക്കെയോ സ്പിരിറ്റ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വരുത്തുവാൻ പറ്റും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ അത്ഭുതത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇരുളിൻ്റെ അധികാരങ്ങൾ ഭവനത്തിൽ നിന്ന് ഈ നിമിഷം മാറിപ്പോകുന്നു. രാത്രിയിലെ ഭയത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഭയക്കുന്ന ജനങ്ങളുടെ നടുവിൽ ദൈവിക സ്വാതന്ത്ര്യത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇന്ന് തൊട്ട് മാറ്റങ്ങൾ കടന്നു വരുവാൻ പോകുന്നതായ ദൈവത്തിന് നന്ദി പറയുന്നു. ആ സ്വാതന്ത്ര്യം അവരവരുടെ ഭവനത്തിൽ അനുഭവിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇരുട്ടിൽ സഞ്ചരിക്കുന്നതെയും രാത്രിയിലെ ഭയത്തെയും നിങ്ങൾക്ക് പേടിക്കുവാനില്ല. യേശുവാണ് നിങ്ങളോട് കൂടെയുള്ളത്. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു ആൾ.